Hello friends, Sajil Tech Centerലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് NFTs. ഇപ്പോൾ NFT നെ കുറിച്ചൊരു വീഡിയോ ജസ്റ്റ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്തിരുന്നു. എങ്ങനെ ഒരു ബിഗിനേഴ്സിനെ എങ്ങനെ നമുക്കൊരു NFT ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് ഏകദേശം 4-5 NFTs വെച്ചിട്ട് 10,000 കണക്കിന് NFTs എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഫൈവറിലൂടെ എങ്ങനെ വിൽപ്പന നടത്താം എന്നുള്ള ഒരു ട്രിക്ക് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫൈവറിൽ മാത്രമല്ല മറ്റുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലെല്ലാം ഇപ്പോൾ NFT എന്ന് പറയുന്ന സർവീസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ന്യൂ ആയിട്ടുള്ള ഒരു സർവീസാണ്. ചില ആളുകൾക്കൊന്നും ഇത് കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. NFT എന്ന് പറഞ്ഞ നോൺ ഫഞ്ചിബിൾ ടോക്കൺ ആണ് ഇതിന്റെ ഫുൾ ഫോം. അതെന്തെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ NFT ഇപ്പോൾ ഒരു സർവീസായി മാറിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ NFT ഡയറക്റ്റ് വിൽപ്പന ഒന്നും നടത്തണ്ട, മറിച്ച് ഫൈവറിലൊക്കെ നമുക്ക് സർവീസ് ക്രിയേറ്റ് ചെയ്തിടാം. അതിലൂടെ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും $100-200 ചാർജ് ചെയ്തിട്ട് ഏകദേശം $12,000-13,000 ഒരു സർവീസിന്റെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് മലയാളത്തിൽ NFT ബേസ് ചെയ്തിട്ടുള്ള അധികം വീഡിയോസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് ഇതുപോലെ 10,000 കണക്കിന് NFTs ജനറേറ്റ് ചെയ്യുന്ന വീഡിയോസ് അധികം പേരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ലാപ്ടോപ്പുകളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർവീസ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് 100 ഡിഫറെൻറ്റ് NFTs ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം ആയിട്ട് യാതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിലുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോന്നെടുത്ത് നോക്കിയാലും സെയിം NFT ഒരിക്കലും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഏകദേശം 5 NFTs വെച്ചിട്ട് 1000 കണക്കിന് NFTs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈവറിൽ NFT സർവീസുകൾ എങ്ങനെ വിൽപ്പന നടത്തും എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, NFTs നമ്മളിപ്പോൾ ഡയറക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ സീലോ അല്ലെങ്കിൽ വാസ്റക്സ് പോലുള്ള വെബ്സൈറ്റിൽ സെല്ല് ചെയ്യണം. കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ടൈം എടുക്കും. നല്ല രീതിയിൽ പ്രൊമോട്ടൊക്കെ ചെയ്താൽ നല്ല സെയിൽസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും NFTs നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈവർ പോലുള്ള വെബ്സൈറ്റിൽ നമുക്കതൊരു സർവീസായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കും. ഏകദേശം $150-200-300 ഓരോ സർവീസുകൾ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോരുത്തർ ചാർജ് ചെയ്യുന്ന റേറ്റും മറ്റു കാര്യങ്ങളും. ഇദ്ദേഹം ഇവിടെ ചാർജ് ചെയ്യുന്നത് $500 ഒക്കെയാണ്. അതുപോലെ തന്നെ $125. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മാസ്കോട്ട് NFTs ആണ്. അതായത് ബേസിക് ഒരു ക്യാരക്ടർ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫോട്ടോഷോപ്പിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെങ്ങനെയെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടാവും. സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ നമുക്ക് ഇത് ഫൈവറിൽ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു സർവീസായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പോർഷൻ ഞാൻ സെക്കൻഡ് പാർട്ടിലായിരിക്കും ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു NFT ബേസിക് ഒരു NFTയിൽ നിന്ന് 1000 കണക്കിന് NFTs എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെയൊക്കെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറിയ രീതിയിൽ അറിഞ്ഞാലും കുഴപ്പമില്ല, ഫോട്ടോഷോപ്പ് അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു ബേസിക് ക്യാരക്ടറായിട്ടാണ് വെക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇപ്പോൾ ഇതിന് കണ്ണുകളും അതുപോലെ തന്നെ മറ്റുള്ള എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഓരോ ലെയേഴ്സായിട്ടായിരിക്കും ഇടുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഓരോ ലെയറും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ പോർഷനായിട്ട് വരുന്നത്. ക്യാപ്പ്, അതുപോലെ തന്നെ ഐസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു NFT പോലെ ആയി കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഐ ടൈപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഐ ടൈപ്പ് കൊടുക്കാം. മൗത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മൗത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്പും മറ്റു കാര്യങ്ങളും നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്കിൻ കളർ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ മറ്റേതിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എലമെൻറ്റ് ഞാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് തരാം. നിങ്ങൾ ബേസിക് ആയിട്ട് എടുത്തിട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതുപോലൊരു ഇമേജ് ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോൾ പറയുകയാണ്, ഫൈവറിൽ നിങ്ങളിപ്പോൾ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ആരെങ്കിലും ഓർഡർ ചെയ്തു ഏകദേശം $150 അല്ലെങ്കിൽ $100 ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ പറയും ഏത് ഒരു ക്യാരക്ടറാണ് അവർക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മങ്കി ക്യാരക്ടർ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രോക്കഡൈലോ അല്ലെങ്കിൽ പിഗ് ക്യാരക്ടറൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഏതൊരു ക്യാരക്ടർ അവരൊരു ബേസിക് ക്യാരക്ടറിൻ്റെ ഐഡിയ ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മൾ അതിൽ നിന്ന് ഇതുപോലുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഇമേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിക്സാബേ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നിട്ട് ഇതുപോലുള്ള കാർട്ടൂൺസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് ഇമേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഇതിനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്പും അതുപോലെ തന്നെ ഗ്ലാസസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇമേജസ് കമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മങ്കി ഇമേജ് നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ മങ്കി ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇമേജസ്, ദെൻ ടൂൾസ് എടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എടുക്കുക. ഇതിൽ കാണുന്ന ഈ കംപ്ലീറ്റ് ഇമേജസ് നമുക്ക് കമേഴ്ഷ്യലി NFT ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇമേജസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ മറ്റേത് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആ ക്യാരക്ടർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഏകദേശം ഈ ഒരു മങ്കി ഇമേജ് എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോഷോപ്പിലിട്ടിട്ട് ഇതുപോലുള്ള ഇപ്പോൾ ഞാൻ തരുന്ന ഈ കണ്ണുകളും അതുപോലെ തന്നെ മൗത്ത് പീസും ദെൻ ക്യാപ്പെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാമ്പിൾ തരുന്നത്. അതുമല്ല പുതിയ രീതിയിൽ നിങ്ങൾക്ക് ക്യാപ്പും മറ്റു കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിളിൽ വരിക. ഓക്കെ, ക്യാപ്പ് ഇമേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്ന് യൂസേജ് റൈറ്റ്സ് എടുക്കുക, ക്രിയേറ്റീവ് കോമൺസ് എടുക്കുക. ഈ കാണുന്ന ഇമേജസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതുപോലെ ഈ ഒരു ബേസിക് ഫോട്ടോഷോപ്പ് PSD ഫയൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ക്യാരക്ടറിന് പകരം നിങ്ങൾക്ക് ആ ഒരു മങ്കി ക്യാരക്ടർ ആഡ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മങ്കി ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ PNG ഫയലായിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ഇമേജ് ഇപ്പോൾ പിക്സാബേയിൽ അവൈലബിൾ ആണ്. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ നിന്ന് നമുക്ക് ആ ഇമേജ് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ഇമേജ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചിടാം. ഈ ഒരു ഇമേജ് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിടാം. അതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. Ctrl+T അടിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു മങ്കി ക്യാരക്ടർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഓരോ ചേഞ്ചസും വരുത്തുക. ഓക്കെ, ഇപ്പോൾ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു മങ്കി ക്യാരക്ടർ നമുക്കൊരു ബേസ് ക്യാരക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കളറിന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കണ്ണും നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ബേസ് ക്യാരക്ടർ പോലെ ഇത് പ്ലേ ചെയ്യും. ഇനി നമുക്ക് ഇതിൽ ഐസും മറ്റു കാര്യങ്ങളും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ക്യാപ്പ് അതുപോലെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് ആഡ് ചെയ്യുക ആദ്യം തന്നെ. അത് നിങ്ങളുടെ ഭാവന അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ എലമെൻ്റായിട്ട് സേവ് ചെയ്യുക. ഞാൻ എങ്ങനെ സേവ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് എന്നാൽ എത്ര ബാക്ക്ഗ്രൗണ്ട് വേണം അതിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ 4 ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ് അദ്ദേഹത്തിന് 1000 ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇവിടെ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ബാക്ക്ഗ്രൗണ്ട്സായിട്ട്. ഓക്കെ, ഇതായിരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഫയലിൽ പോവുക, സേവ് ആസ് കൊടുക്കുക. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ചെയ്യുക, PNG ഫയലായിട്ട് സേവ് ചെയ്യുക. ഓക്കെ, PNG ആയിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ നെക്സ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കണം. ദെൻ ഇത് ആക്ടിവേറ്റ് ചെയ്യുക, ഈ ഒരു ലെയറിലേക്ക് വരിക, ഇതും സേവ് ചെയ്യുക. അങ്ങനെ ഓരോരോ ബാക്ക്ഗ്രൗണ്ടായിട്ട് സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ് ആണെങ്കിൽ ഞാൻ ആദ്യം എടുത്ത ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ് ഇതെടുത്തു. ഇത് നിങ്ങൾ ഇതുപോലെ PNG ഫയലായിട്ട് തന്നെ ഫേസ് 1 എന്നോ അല്ലെങ്കിൽ
ഇവിടെ നമുക്ക് കാണാം ഫേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് PNG ഫയലായിട്ട് 1 2 3 4 ആയിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓരോ കളേഴ്സും ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മങ്കി ഇമേജ് നിങ്ങൾക്ക് ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇമേജിലേക്ക് വരിക. ഇവിടെ നിന്നിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യാൻ അറിയാവുന്ന ആളുകളിൽ തീർച്ചയായിട്ടും പല പല രീതിയിലുള്ള ഇമേജസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് കളേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാം. അതായത് മങ്കി ഫേസിൻ്റെ കളറെല്ലാം ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഓരോ എലമെൻസും ഓരോ ഫോൾഡറായിട്ട് ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഓരോ ഫോൾഡറായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിന് 4 ഫോൾഡർ, അതുപോലെ തന്നെ ക്യാപ്പ് 4 ക്യാപ്പുകളുണ്ട്, ഫേസ് 4 ഫേസുകളുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഓരോ എലമെൻ്റായിട്ട് ഇപ്പോൾ 5 ഫോൾഡർ ഉണ്ട്. 5 ഫോൾഡേഴ്സായിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ID വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ഏകദേശം 1000-5000 ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് mintable.club എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസും മറ്റു കാര്യങ്ങളും. ഇതെല്ലാം ഓട്ടോ ജനറേറ്റഡ്, അതായത് ബേസിക്കായിട്ട് ഒരു ഇമേജ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ഉണ്ടാവും. ബാക്കി എലമെൻറ്റ്സ് ആണ്. അതെല്ലാം മിക്സ് ചെയ്തിട്ട് ആയിരക്കണക്കിന് കോമ്പിനേഷൻസ് ഈ ഒരു വെബ്സൈറ്റ് മുഖേന നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത വളരെ പ്രൊഫഷണലി ലുക്കുള്ള NFTs ആണ് ഇതെല്ലാം. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3D ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻസും നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്തതുപോലെ ചെയ്തിട്ട് ഇതിൽ നിന്ന് കമ്പൈൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്രോജക്ട്സ് എടുക്കുക. ഈ പ്രോജക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കണം നമ്മളുടെ ഓരോ ഫോൾഡേഴ്സും ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആഡ് പ്രോജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മളുടെ എല്ലാ ലെയേഴ്സും ആഡ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇമേജസ് എല്ലാം വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഗ്രൂപ്പിൽ ഈ ഒരു പ്രോജക്റ്റ് നെയിം കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ സാമ്പിൾ 1 എന്ന് കൊടുക്കുന്നു. ദെൻ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇതായിരിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ താഴെ ആയിരിക്കും ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ലെയർ എന്ന് പറയുന്ന സെക്ഷനിൽ ഫസ്റ്റ് ലെയർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതായത് നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ നെയിംസ് നമുക്ക് അവിടെ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ വരുന്ന ലെയർ എന്ന് പറയുന്നത് ഫേസ് ആയിരിക്കും. അപ്പോൾ ഫേസ് കൊടുക്കാം. ഓക്കെ, ദെൻ ഐസ്, മൗത്ത്, ക്യാപ്പ് ഇതെല്ലാം 1 by 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം 5 ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ 4 ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഫേസ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഫേസ് ഇമേജസ് കംപ്ലീറ്റ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ആ ഇമേജസ് മൊത്തം വന്നിട്ടുണ്ട്. ദെൻ ഐസ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇത് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഏകദേശം $200-300 ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി മൗത്ത് എടുക്കുക. ഇതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൗത്ത് ഓപ്പൺ ചെയ്തെടുക്കാം. ലാസ്റ്റ് വന്നിട്ട് ക്യാപ്പാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം രണ്ടാമത് ഇതിൽ അപ്പിയർ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ജനറേറ്റ് ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏകദേശം 10,000 വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം 4-5 കോമ്പിനേഷൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻസ് അനുസരിച്ച് 1024 യൂണിക് കോമ്പിനേഷൻസ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് 100 എണ്ണം മാത്രമേ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, ആകെ ചെയ്യേണ്ടത് ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും മുകളിൽ ആ ഒരു ഫയൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫയൽ. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇമേജസ്, മിറ്റാഡാറ്റ, അതുപോലെ ചെക്സം എന്ന് പറഞ്ഞിട്ട്. ഈ മിറ്റാഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓപ്പൺ സീലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ മിറ്റാഡാറ്റ കൂടി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഈ NFTസിനെല്ലാം റീച്ച് കിട്ടാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഇപ്പോൾ NFTs അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇതിൻ്റെ ട്രേഡ്സ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്.
അതിപ്പോൾ NFTs അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ക്ലയൻസിന് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ 2 ഫോൾഡേഴ്സായിട്ട് കൊടുത്താൽ മതി. ക്ലയൻറ്റിന് അറിയാൻ പറ്റും തീർച്ചയായിട്ടും മെറ്റാഡാറ്റ എന്താണെന്ന്. കാരണം അവർ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകളായിരിക്കും, മെറ്റാഡാറ്റേൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവർക്കറിയാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ മെറ്റാഡാറ്റ ഉൾപ്പെടെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഇമേജസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം നമ്മളിപ്പോൾ 100 ഇമേജസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 0 to 99 100 ഇമേജസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഫോൾഡറിലേക്കാക്കി മാറ്റാം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോൾഡറിലേക്ക് ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഓക്കെ, ഇതിലേക്ക് നമ്മളിപ്പോൾ ഇത് മാറ്റാൻ പോവുകയാണ്. നമുക്കിവിടെ കാണാം 100 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ NFTs ഓൾറെഡി ജനറേറ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം NFT ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് 100 ഡിഫറെൻറ്റ് NFTs ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിട്ട് യാതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിലുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോന്നെടുത്ത് നോക്കിയാലും സെയിം NFT ഒരിക്കലും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഏകദേശം 5 NFTs വെച്ചിട്ട് ആയിരക്കണക്കിന് NFTs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാം ഡിഫറെൻറ്റ് NFTs ആണ്. വളരെ നല്ല രീതിയിൽ ഈ ഒരു സർവീസ് നമുക്ക് ഫൈവറിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ 100 എണ്ണം കൊടുത്തത് കാരണം 100 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കിട്ടി. 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 കോമ്പിനേഷൻസ് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആകെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഗൂഗിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. അതായത് ക്ലയൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഏതൊരു ക്യാരക്ടറാണെന്ന് വെച്ചാൽ അതിനുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ലൈക്ക് ഐസ്, മൗത്ത്, അതുപോലെ തന്നെ ക്യാപ്പ്. ഇനി സ്പെക്സ് വേണമെങ്കിൽ സ്പെക്സ് അല്ലെങ്കിൽ ഗ്ലാസസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്ലാസസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ സെലക്ഷൻ നടത്താൻ. അതിനുശേഷം കംപ്ലീറ്റ്ലി നമ്മളുടെ കയ്യിലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ NFTs ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫൈവറിൽ ഇത് നമുക്ക് വിൽപ്പന നടത്താനും സാധിക്കും. വളരെ അധികം സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയാണ്. കാരണം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാറ്റഗറി ആയത് കാരണം കൂടുതൽ സെല്ലേഴ്സ്, ഓപ്പൺ സീലൊക്കെ ഉള്ള കൂടുതൽ സെല്ലേഴ്സും ഇതുപോലുള്ള ഫൈവർ പോലുള്ള പ്ലാറ്റ്ഫോംസാണ് അവർ കൺസിഡർ ചെയ്യുന്നത് NFTs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർ സ്വന്തമായി ചെയ്യുന്നതുമല്ല. നമ്മളെപ്പോലുള്ള ഫ്രീലാൻസേഴ്സിനെ കൊണ്ടാണ് കൂടുതലും അവർ ഈ സർവീസ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സർവീസാണ് NFT ക്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജനറേഷൻ എന്ന് പറയുന്നത്, NFT ജനറേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഇതെങ്ങനെ നമുക്ക് ഫൈവറിൽ അപ്ലോഡ് ചെയ്യാം, അത് മുഖേന നമുക്ക് എങ്ങനെ വരുമാനം ലഭിക്കും എന്നുള്ള ഒരു ക്ലിയർ ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും NFTs ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ മിൻറ്റബിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റും അതുപോലെ തന്നെ NFT ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള, അപ്പോൾ ഈ ഒരു NFT ക്രിയേഷൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ഫൈവറിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ NFTs അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സീലെല്ലാം നമുക്കിതുപോലെ ആയിരക്കണക്കിന് NFTs ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ തരുന്ന സാമ്പിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഗൂഗിളിൽ നിന്നൊക്കെ ഇമേജസ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുശേഷം ഫൈവറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ സർവീസുകൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫൈവറിനെ കുറിച്ച് ഇപ്പോൾ ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈവറിൻ്റെ ഒരു സീരീസ് തന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, പ്ലേ ലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻവ, ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ ക്യാൻവ പരിചയപ്പെടുത്തിയിരുന്നു, അതിലെങ്ങനെ NFTs ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്. അത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ളുന്നുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ കൂടുതൽ ഇമേജസ് നിങ്ങൾക്ക് പിക്സാബേ, പിക്സൽസ്, അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ NFTs ക്രിയേറ്റ് ചെയ്യാൻ ബേസ് ആയിട്ടുള്ള ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.